ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ചിക്കൻ കറി ഇന്ന് മഴയും വെള്ളമൊക്കെ ആയിട്ടെന്ന് വിചാരിച്ച് ചിക്കൻ ഉണ്ടാക്കാമെന്ന്. ചിക്കന് വേണ്ടി സവാളയും ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം ഇട്ടിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഒരു സൈഡിലോട്ട്. ചിക്കനാണ് കണ്ട് സെറ്റ് ചെയ്ത് വെച്ച മുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഉപ്പ് കറിവേപ്പില ഇതെല്ലാം ഇട്ടിങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. അതിൻ്റെ ആ അടുപ്പിൽ കൊച്ചുള്ളി സവാള പച്ചമുളക് കറിവേപ്പില ഒക്കെ വിട്ടിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യലാണ്. ഇന്ന് ഞാനാണ് ഉണ്ടാക്കുന്ന വീട്ടിൽ. വാടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഉള്ളിയൊക്കെ വാടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വെളുത്തുള്ളിയും ഇഞ്ചിയും ശകലം കുരുമുളകും കൂടെയൊക്കെ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു കിണ്ണയിലേണ്ട. ഇതാണ് അത് ചതച്ച് വെച്ചേക്കുന്നതാണിത്. ഇട്ടിട്ടില്ല, അത് ഇടാൻ പോകുന്നത്. ചെറുതായിട്ടൊന്ന് ഉള്ളി ഒന്ന് വാടി ചുവന്ന കളറായി വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് അങ്ങോട്ട് ഇടാം. നല്ല കാറ്റും മഴയാണ് പുറത്ത്. ഇത് അടി പിടിക്കില്ല കേട്ടോ. അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി നിൽക്കണം. ഇളക്കി നിന്നാൽ മാത്രമേ ആ നമ്മൾ ചെയ്യുന്നതിനുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്കിനിയിപ്പോൾ അതിടാം. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഒക്കെ ഇങ്ങനെ ചതച്ച് വെച്ചേക്ക് നമുക്ക് അതിൽ ആഡ് ചെയ്യാം. ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർക്കുകയാണ്. അതിട്ടിട്ടുണ്ട്. ഇത് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് ഇതിലിടണം. ഉള്ളിയുടെയൊക്കെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയേ. അപ്പോൾ ഇപ്പം തന്നെ ആ വെളുത്തുള്ളിയും ആ ഇഞ്ചിയുടെയൊക്കെ മണം വന്നു തുടങ്ങി. ഇട്ടോടം തന്നെ അത്രയ്ക്കും വേണ്ടി ചൂടായിട്ട് കിടക്കുക കേട്ടോ. ഇരുമ്പ് ചട്ടിയൊക്കെ നല്ല രീതിക്ക് ചൂടായിട്ട് നിൽക്കുകയാണ്. ഇനി കുറച്ച് നേരം ഒന്ന് വാടിയിട്ട് നമുക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്യാം. ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഒന്ന് മുളക് പൊടിയും കറി മസാലയും ചെറിയ കൊച്ചുള്ളിയൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി വെച്ചാൽ അത് നല്ല വെന്ത് വരുമ്പോൾ നല്ല മയമായിട്ടിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചായിരുന്നു. ആ വെളിച്ചെണ്ണ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇടുകയാണ്. എൻ്റെ സ്പൂണാമ്മ കുറച്ച് ഇടുന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി മാത്രം. ഇതിൽ കളർ പിടിക്കാം. നമ്മൾ ഇറച്ചിയിൽ ചെയ്തിട്ടുണ്ട്. ആ മതി പിന്നെ ശരി. മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി വേണം. മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ എടുത്തിട്ടോ അമ്മ. മഞ്ഞപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. മല്ലിപ്പൊടി ഒരു നമ്മൾ ഇട്ട അളവിന് തന്നെ മല്ലിപ്പൊടി ഇടണം. ആ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി കൂടെ എടുത്തേ. മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടേ. മൂത്ത് തുടങ്ങി നല്ല ആയിട്ട് ഒരു ഇപ്പം തന്നെ ചെറുതായിട്ട് മൂത്ത് നേരെ ഒത്തിരി മഞ്ഞപ്പൊടി കൂടെ ഇട്ടെ. പക്ഷെ കുറച്ചിട്ടാ ഒരു 1/4 ടീസ്പൂൺ ഇട്ടോ. 1/4 ടീസ്പൂൺ. അത് മതി. അതെ ഓക്കെ മതി. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മൂത്ത് ഒന്ന് ഇളക്കി അങ്ങോട്ട് ജോയിപ്പിച്ചാൽ മാത്രം മതി. ജോയിപ്പിച്ച് കഴിഞ്ഞാൽ കളറും മാറി ചിക്കനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പൊളിച്ച്. ഇപ്പോൾ ചിക്കൻ ഇടാൻ പോവുകയാണ് ഞാൻ. ഇപ്പം അങ്ങ് ചിക്കൻ അങ്ങ് ഇട്ടളയാന്ന് വിചാരിച്ച് ചിക്കൻ അങ്ങ് ഇടുകയാണ്. ചിക്കൻ ഇട്ട് ഇത്തിരി വെള്ളം ഇതന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ യോജിപ്പിക്കുക. ഇന്നത്തെ സ്പെഷ്യലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഓക്കെ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ചോറൊക്കെ കഴിക്കാറായി. എല്ലാവരും ചോറ് കഴിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കും. ഓക്കെ ബൈ.